സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗ നിയമനത്തെ ചൊല്ലി പാലക്കാട്ടെ CPI-യിൽ പൊട്ടിത്തെറി. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് യോഗ്യതയുള്ള പാർട്ടി അനുഭാവി ഉണ്ടായിരിക്കെ പുറത്തു നിന്നുള്ള ആളെ കോഴ വാങ്ങി നിയമിക്കാൻ നീക്കം നടന്നുവെന്ന് ആരോപിച്ച് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പാർട്ടിക്ക് പരാതി നൽകി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നേരത്തെ CPM-നെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. നിയമനങ്ങളിൽ കോഴ വാങ്ങുന്നു തുടങ്ങിയുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ CPI-യും സമാനമായ നിലയിൽ ആക്ഷേപങ്ങൾ നേരിടുന്നു. പ്രത്യേകിച്ചും ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നമുക്കറിയാം ഭക്ഷ്യവകുപ്പ് CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അപ്പോൾ അവിടെ അവർക്ക് ചില സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് പുറത്തു നിന്നും ആളെ നിയമിക്കാൻ നീക്കം നടത്തിയെന്നുള്ള ആക്ഷേപം CPI-ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു. പാലക്കാട്ടാണ് ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് CPI-യുടെ കയ്യിലാണ്. ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ CPI-ക്ക് നിർണായക സ്വാധീനം ഇതിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ പണം വാങ്ങിക്കൊണ്ട് ഒരു വ്യക്തിയെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ CPI-യുടെ ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ ഈ അട്ടപ്പാടിയിലുള്ള പ്രാദേശിക നേതൃത്വവും ശ്രമിച്ചു. ഒപ്പം തന്നെ മണ്ണാർക്കാട് ഏരിയ ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു നിയമന കോഴ വിവാദമായി ഉയർന്നിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള യോഗ്യതയുള്ള ആളെ തഴഞ്ഞ് പാർട്ടി ബന്ധമില്ലാത്ത ആളെ പരിഗണിക്കാൻ നീക്കം നടത്തി എന്നുള്ളതാണ്. ഈ ഷോളയൂരിൽ നിന്നുള്ള വനിതയിൽ നിന്ന് പണം വാങ്ങി നിയമിക്കാനുള്ള നീക്കം നടത്തി എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. കുറുമ്പ സംഘം സെക്രട്ടറി സിന്ധു ആണ് CPI സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കോഴ നിയമനത്തിനെതിരെ പ്രതികരിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതായും ഈ പരാതിയിൽ പറയുന്നുണ്ട്. കോഴയും മാസപ്പടിയും പറഞ്ഞുറപ്പിച്ചാണ് നിയമനം എന്നും ഇവർ പറയുന്നു. അതായത് ഈ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗമായി നിയമിക്കുന്നതിന് ഈ പാർട്ടിയുമായി ബന്ധമുള്ള ആളെ നിയമിക്കുന്നതിന് വേണ്ടി, അത് പട്ടികവർഗത്തിൽ നിന്നുള്ള ആളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ നേരത്തെ പാർട്ടിയുടെ അണിയറയിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിക്കൊണ്ട് ഈ പണം വാങ്ങിക്കൊണ്ട് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളെ നിയമിക്കുന്നതിന് വേണ്ടി നീക്കം നടത്തിയപ്പോഴാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് ഇവർ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പാർട്ടിക്ക് പരാതി നൽകിയതിലൂടെ ഈ കമ്മീഷൻ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് നമുക്കറിയാം, എപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഈ CPM-ഉം CPI-ഒക്കെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുമ്പോൾ അവരുടെ പാർട്ടിക്കാരെ തന്നെ തിരികെ കയറ്റുന്നതിന് യോഗ്യതയ്ക്കൊക്കെ അപ്പുറം അത്തരം ആളുകളെ നിയമിക്കുന്നത് എപ്പോഴും കണ്ടുവരുന്ന ഒരു പതിവാണ്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ പണം വാങ്ങിക്കൊണ്ട് ചില ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പാലക്കാട്ടെ CPI-യിൽ നടന്നിരിക്കുന്നത്. ആ നീക്കത്തിനെതിരെ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരിക്കുന്നു, പരാതി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്.